ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിലെ അവസാനത്തെ ചാപ്റ്റർ അഥവാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള ഭാഗമാണ് എടുക്കുന്നത്. എ കമ്പനി ലൈക്ക് എനി അതർ ഓർഗനൈസേഷൻ മസ്റ്റ് പ്രിപ്പയർ ഇറ്റ്സ് ഫൈനൽ അക്കൗണ്ട്സ് ആനുവലി. Preparation of final accounts of a company is compulsory under Section 128 of the Companies Act 2013. ഏതൊരു ഓർഗനൈസേഷനും പോലെ തന്നെ ഒരു കമ്പനി അതിൻ്റെ ഒരു പീരീഡിൻ്റെ അവസാനത്തിൽ ഫൈനൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 128 പ്രകാരം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ അക്കൗണ്ട്സ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ട്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ് എന്നുള്ളതാണ്. To ensure standardized presentation for easy comparability, the format of the balance sheet and statement of profit and loss has been prescribed in the Schedule 3rd of the Companies Act 2013. നമ്മൾക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കമ്പനിയിൽ തന്നെ ഓരോ വർഷത്തിലെയും ഓരോ അക്കൗണ്ടിങ് പീരീഡിലെയും പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കമ്പനികൾ തമ്മിലുള്ള കമ്പാരബിലിറ്റിക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ഒരു യൂണിഫോം ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. The format of the balance sheet and a statement of profit and loss has been prescribed in the Schedule 3rd of the Companies Act 2000. Companies Act 2013 Schedule 3ലാണ് ബാലൻസ് ഷീറ്റിനെയും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിഫോമിറ്റി വരുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഫോർ ഈസി കമ്പാരബിലിറ്റി ഓഫ് കമ്പനീസ് പെർഫോമൻസ്. അഡീഷണലി, ഫസ്റ്റ് Indian accounting standard first lays down the basic requirements for the presentation of financial statement. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് എന്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ കീ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ജനറൽ ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 lays down financial statement comprises the following. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. കംപ്ലീറ്റ് സെറ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്രൈസസ് ദ ഫോളോയിങ്: എ ബാലൻസ് ഷീറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, നോട്ട്സ് കംപ്രൈസസ് സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് അതർ എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻസ്. ഇതെല്ലാമാണ് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കീ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് നോക്കാം. കീ റിക്വയർമെൻറ്റ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കീ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്.
Indian Accounting Standard 1 also lays down some of the key requirements to be followed for presenting information in financial statement. First one, going concern. Financial statements are prepared on a going concern basis. Management has to assess the entity's ability to continue as a going concern. ഒരു കണ്ടിന്യൂഷൻ വേണം അല്ലേ, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗോയിങ് കൺസേൺ ബേസിസിലാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സെപ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ യൂസിങ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ എക്സ്പെക്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത എല്ലാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടത്. ഇനി മെറ്റീരിയാലിറ്റി. ഈച്ച് മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റംസ് മസ്റ്റ് ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി ആൻഡ് സെയിം ഹാസ് ടു ബി ഫോളോഡ് ഫോർ ദ ഐറ്റംസ് dissimilar nature of function. If a line item is not individually material, it is aggregated with other items either in those statement or in the notes. എല്ലാ മെറ്റീരിയൽ, ഈച്ച് മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റംസ് മസ്റ്റ് ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി. ഓരോ മെറ്റീരിയൽസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ സെയിം ഹാസ് ടു ബി ഫോളോഡ് ഫോർ ദ ഐറ്റം ഡിസിമിലർ ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ. അതായത് സെയിം മെറ്റീരിയൽസ്, സെയിം ക്ലാസ്സിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ, സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ ഒന്നിലും സെപ്പറേറ്റ് ആയിട്ട് മസ്റ്റ് ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി. ഈച്ച് മെറ്റീരിയൽ ക്ലാസ് ഓഫ് സിമിലർ ഐറ്റംസ് മസ്റ്റ് ബി പ്രസൻറ്റഡ് സെപ്പറേറ്റ്ലി. ഓരോ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസും, അപ്പോൾ ഓരോ മെറ്റീരിയൽസും നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സെപ്പറേറ്റ് ഇത് ചെയ്യണമെന്ന് പ്രസൻറ്റ് ചെയ്യണം. സെയിം ഹാസ് ടു ബി ഫോളോഡ് ഫോർ ദ ഐറ്റംസ് ഓഫ് ഡിസിമിലർ. നെക്സ്റ്റ് ഈസ് ഓഫ്സെറ്റിംഗ്. Assets and liabilities or income and expenses are required to be shown on gross basis without offsetting against each other unless required or permitted by an Indian accounting standard. കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. പ്രസൻറ്റേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ പീരീഡ് ടു പീരീഡ് ഷാൾ ബി കൺസിസ്റ്റൻ്റ്ലി ഫോളോഡ്. നെക്സ്റ്റ് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൾ ബി പ്രസൻറ്റ് ഇൻഫർമേഷൻ വിച്ച് ഈസ് റെലവൻ്റ് ആയിരിക്കണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും റെലവൻ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, കമ്പാരബിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് കീ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് general instruction for preparing financial statement. Every company to which Indian accounting standard apply shall prepare its financial statement in accordance with the schedule of 3rd of the Companies Act 2013 or with some modification as be required under certain circumstances. ഇന്ത്യയിലെ എല്ലാ കമ്പനീസും, എവറി കമ്പനി ടു വിച്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്ന എല്ലാ കമ്പനീസും കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ ഷെഡ്യൂൾ 3 പ്രകാരമാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, work compliance with the requirements of Act including Indian accounting standards as applicable to the companies require any change in treatment disclosure including addition, amendment, substitution or deletion in the head or subhead of any changes. മൂന്നാമതായിട്ട് പറയുന്നത് the disclosure requirements specified in the schedule are in addition to, not in substitution.
of the disclosure requirements specified in the Indian accounting standards. Additional disclosures specified in the Indian accounting standards shall be made in the notes or by way of additional statement or statement unless required to be disclosed. The figures appearing in the financial statement shall be rounded. അഥവാ റൗണ്ടഡ് ഫിഗർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ എഴുതേണ്ടത്. ഇത്രയാണ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓർ ബാലൻസ് ഷീറ്റ്. നമ്മൾ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? എ ബാലൻസ് ഷീറ്റ് ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് എ സമ്മറി ഓഫ് ദ ഫൈനാൻഷ്യൽ ബാലൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ ബാലൻസ്, ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഫൈനാൻഷ്യൽ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓർ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. Whether it is be a sole proprietorship or a business partnership or a corporation or a private limited company or other organization such as government or non-government entity, a balance sheet is often prepared. ഏത് തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും, കോർപ്പറേഷൻ ആണെങ്കിലും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും, എല്ലാവരും ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ എന്ത് തയ്യാറാക്കിയിരിക്കണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോം നോക്കാം. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനുള്ള ഫോമുകൾ നോക്കാം. ജസ്റ്റ് ഒരു ഫോർമാറ്റാണ് നമ്മൾ പറയുന്നത്. ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ അഥവാ നിങ്ങളൊക്കെ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എഴുതുന്ന രൂപത്തിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനീസ് ആക്ട് 2013 പ്രകാരം അതിൽ നിന്ന് ഫോർമാറ്റ് മാറി പെർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഫിഗേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് കറണ്ട് ഇയർ, ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഫോർമാറ്റ് ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ നെയിം ഓഫ് ദ കമ്പനി ഫസ്റ്റ്, ആ ഒരു കമ്പനിയുടെ പേര് എഴുതുന്നു, ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ഡേറ്റ് എഴുതുന്നു. എന്നിട്ട് ഫസ്റ്റ് കോളം വരുന്നത് പെർട്ടിക്കുലറാണ്, പിന്നെ നോട്ട് നമ്പർ അഥവാ ബിൽ നമ്പർ ആയിട്ട് വരും. ഫിഗേഴ്സ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കറണ്ട് ഇയർ, അതായത് നമ്മളുടെ കറണ്ട് ഇയറിലുള്ള ആ ഒരു ഫിഗേഴ്സ്. നെക്സ്റ്റ് ഫിഗേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. എന്നിട്ട് ഫസ്റ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോൺ കറണ്ട് അസറ്റുകളെല്ലാം എഴുതും. അപ്പോൾ നോൺ കറണ്ട് അസറ്റുകളിൽ നമ്മൾ എന്തൊക്കെ വരും? അതേപോലെ തന്നെ ഇക്വിറ്റി വരും, അപ്പോൾ അസറ്റ് സൈഡിൽ നമ്മൾ നോൺ കറണ്ട് അസറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ് വിൽ, അതർ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ അസറ്റ് ഇങ്ങനെയുള്ള നോൺ കറണ്ട് അസറ്റ് എഴുതുന്നു. അതിനുശേഷം കറണ്ട് അസറ്റും എഴുതുന്നു. നോൺ കറണ്ട് അസറ്റ് എഴുതി കറണ്ട് അസറ്റ്, ഇൻവെൻട്രീസ്, ഫിനാൻഷ്യൽ അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള നോൺ കറണ്ട് അസറ്റ് എഴുതി അതിൻ്റെ ടോട്ടൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു ടോട്ടൽ കോളത്തിലോട്ട്. ശേഷം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് എഴുതിയതിന് ശേഷം ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, അതർ ഇക്വിറ്റി, ശേഷം ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ്, ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് എന്നീ കാര്യങ്ങൾ എഴുതുന്നു.
പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്. നമുക്കറിയാം കറണ്ട് ലയബിലിറ്റീസും നോൺ കറണ്ട് ലയബിലിറ്റീസൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് ലയബിലിറ്റീസ് അതിനുശേഷം കറണ്ട് ലയബിലിറ്റീസ്, ശേഷം ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് അഥവാ അസറ്റ്സ് ഓർ ലയബിലിറ്റി, അസറ്റ്സ് എഴുതുന്നു, അസറ്റിൽ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റ് എഴുതുന്നു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് എഴുതിയിട്ട് ഇക്വിറ്റി, ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസും എഴുതുന്നു. ഇതിൻ്റെ ടോട്ടൽ ഈക്വൽ ആയിരിക്കണം, രണ്ട് കോളത്തിലും എഴുതണം. ഇത്രയാണ് നമുക്ക് ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ, കറണ്ട് ലയബിലിറ്റീസ്, ട്രേഡ് റിസീവബിൾസ്, ട്രേഡ് പേയബിൾസ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടതിനെ കുറിച്ചാണ്. കറണ്ട് അസറ്റ്, ആൻ അസറ്റ് ഷാൾ ബി ക്ലാസിഫൈഡ് as current asset when it is satisfy any other following criteria. Current asset classify ചെയ്തിട്ട് asset shall be classified as current asset when it is satisfied. Current asset ആയിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൈറ്റീരിയ, it expect to realize the asset or intended to sell or consume it, its normal operating cycle. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടു റിയലൈസ് ദ അസറ്റ്, അസറ്റിനെ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റണം, ഓർ ഇൻറ്റൻഡഡ് ടു സെൽ ഓർ കൺസ്യൂം ഇറ്റ്, നമ്മൾക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റണം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റണം, ഇൻ ഇറ്റ്സ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. രണ്ടാമതായിട്ടുള്ള ക്രൈറ്റീരിയ പറയുന്നത് ഇറ്റ് ഹോൾഡ്സ് ദ അസറ്റ് പ്രൈമർലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിംഗ്. നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നത്, ടു ഹോൾഡ് ദ അസറ്റ് പ്രൈമർലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇറ്റ് എക്സ്പെക്ട് ദ റിയലൈസ് ദ അസറ്റ് വിത്തിൻ 12 months ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. നമ്മളെ കയ്യിൽ 12 monthോളം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ദ അസറ്റ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വലന്റ് അൺലെസ് ദ അസറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ബീയിങ് എക്സ്ചേഞ്ച്ഡ് ഓർ യൂസ്ഡ് ദ to settle a liability for at least 12 months after the reporting period. All other assets shall be classified. ഈ ഒരു ക്രൈറ്റീരിയ, 4 ക്രൈറ്റീരിയ പറഞ്ഞു. ഈ 4 ക്രൈറ്റീരിയ അല്ലാത്ത എല്ലാം എന്തായിരിക്കും, നോൺ കറണ്ട് അസറ്റ് ആയിരിക്കും. അപ്പോൾ കറണ്ട് അസറ്റ് ആർ ഓൾ ദ അസറ്റ്സ് ഓഫ് എ കമ്പനി ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു സോൾഡ് ഓർ യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ബിസിനസ് ഓപ്പറേഷൻ ഓവർ ദ നെക്സ്റ്റ് ഇയർ. എക്സാമ്പിൾ ക്യാഷ്, ക്യാഷ് ഇക്വലൻസ്, അക്കൗണ്ട്സ് റിസീവബിൾ, സ്റ്റോക്ക്, ഇൻവെൻട്രി, ഇതെല്ലാം ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് an is the average period of time required for a business to make an initial outlay of cash to produce goods, sell the goods and receive cash from customer in exchange of the goods. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്, ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ആവറേജ് പീരീഡ് ഓഫ് ടൈം റിക്വയർഡ്, ഒരു ആവറേജ് ടൈമാണ് എന്തിനു വേണ്ടിയിട്ടുള്ള, ഫോർ എ ബിസിനസ് ടു മേക്ക് ആൻ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ക്യാഷ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്, സെൽ ദ ഗുഡ്സ് ആൻഡ് റിസീവ് ക്യാഷ് ഫ്രം കസ്റ്റമർ ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ്. നേരത്തെ നമ്മൾ കറണ്ട് അസറ്റ് പറഞ്ഞു, കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസ് ആർ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ. ഇതൊരു ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ ആണ്. ദ ആക്ട് ആസ് പ്രൈമർലി ഡിറ്റർമിനൻസ് ഓഫ് കമ്പനി ലിക്വിഡിറ്റി. ഇറ്റ് ഈസ് ബിക്കോസ് ഇൻ ടിപ്പിക്കൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കറണ്ട് ലയബിലിറ്റീസ് ആർ സെറ്റിൽഡ്. ഇനി ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിസീവബിൾ ഷാൾ ബി ക്ലാസിഫൈഡ് ആസ് എ ട്രേഡ് റിസീവബിൾ ഈസ് ദ എമൗണ്ട് വിച്ച് ദ കമ്പനി ഹാസ് ബിൽഡ് ടു ഇറ്റ്സ് കസ്റ്റമർ. നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ആ ഒരു കമ്പനി ബില്ല് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ടിനെയാണ്
The trade receivable is the amount which the company has billed to its customer for selling its good or supplying the services for which the amount has not been paid yet by the customers, and it's shown as asset in the balance sheet of a company. Sundry debtors, bills receivable. Next is trade payable. Trade payable is an amount billed to a company. നമ്മൾ നേരത്തെ ബില്ല് ചെയ്തിരുന്നത് കസ്റ്റമർക്ക് ബില്ല് ചെയ്തതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞത്. ട്രേഡ് പേയബിൾ ആണ് ബാക്കിയുള്ള നമ്മൾ നമ്മുടെ കമ്പനിക്കും ബൈ ഇറ്റ് സപ്ലയേഴ്സ്, ഒരു കമ്പനിക്ക് സപ്ലയറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബില്ലിനെയാണ്. ഫോർ ഗുഡ്സ് ഡെലിവേർഡ് ഓർ സർവീസ്, നമ്മൾക്ക് സാധനം തന്നതിനോ അല്ലെങ്കിൽ സർവീസിനോ, നമ്മൾക്ക് തന്ന സർവീസസിനോ ബൈ ദ കമ്പനി ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് എക്സാമ്പിൾ. സൺട്രി ക്രെഡിറ്റേഴ്സ് ഓൾ ബിൽസ് പേയബിൾ ഒക്കെ ആയിരിക്കും ട്രേഡ് പേയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. താങ്ക് യു.